നിഴൽ പോലും തനിച്ചാകുമ്പോൾ. തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് വഴുതക്കാട്ടെ പ്രൗഢിയുള്ള ആ വീട്, ആകാശഗോപുരം. ഒരു കാലത്ത് ആ വീട്ടിലെ വാതിലുകൾ ആർക്കും മുന്നിലും അടയാറില്ലായിരുന്നു. രാഷ്ട്രീയ നേതാക്കളും വലിയ ബിസിനസ്സുകാരും സാധാരണക്കാരുമെല്ലാം ആ മുറ്റത്ത് സദാ നിറഞ്ഞു നിന്നിരുന്നു. ആ വീടിന്റെ ഉടമ ഹാരിസ് സാഹിബ്. ഒരു കാലത്ത് മന്ത്രിസ്ഥാനം അലങ്കരിച്ച പ്രമുഖ ചാനലിന്റെ ഉടമയായിരുന്ന വ്യക്തി. അദ്ദേഹത്തിന്റെ ഒരു ഫോൺ വിളി മതിയായിരുന്നു പലരുടെയും ജീവിതം മാറ്റാൻ. സാർ പറഞ്ഞാൽ മതി, ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞ് ചുറ്റും കൂടിയവർ അദ്ദേഹത്തിന് ലോകം എപ്പോഴും കൂടെയുണ്ടാകുമെന്ന ഉറപ്പു നൽകി. പ്രതാപം മങ്ങുന്നു എന്നാൽ കാലം കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നു. പുതിയ ബിസിനസ്സിലെ വലിയ നഷ്ടവും വീട് പുതുക്കാൻ എടുത്ത ലോണും ഹാരിസിനെ കടക്കെണിയിലാക്കി. ഇത് താൽക്കാലികമാണ്, അടുത്ത മാസം ശരിയാകും എന്ന് കരുതിയെങ്കിലും കടങ്ങൾ മലപോലെ വളർന്നു. ഒടുവിൽ ബാങ്കിൽ നിന്നും ജപ്തി നോട്ടീസ് എത്തി. സഹായത്തിനായി അദ്ദേഹം തന്റെ പഴയ സുഹൃത്തുക്കളെയും സഹായികളെയും വിളിച്ചു. പക്ഷേ ഇന്നലെ വരെ ഒപ്പം നിഴലായി നടന്നവർ ഇന്ന് ഓരോരോ ഒഴികഴിവുകൾ പറഞ്ഞ് ഫോൺ വെച്ചു. മീറ്റിംഗിലാണെന്നും തിരക്കിലാണെന്നും പറഞ്ഞ് അവർ ഹാരിസിനെ തടഞ്ഞു. ഏകാന്തമായ പടിയിറക്കം. ബാങ്ക് ഉദ്യോഗസ്ഥർ എത്തിയ ദിവസം ആകാശഗോപുരം എന്ന ആ വലിയ സാമ്രാജ്യത്തിൽ ഹാരിസ് തനിച്ചായിരുന്നു. ആയിരങ്ങൾ തടിച്ചുകൂടിയിരുന്ന ആ മുറ്റത്ത് ഇന്ന് മാരകമായ നിശ്ശബ്ദത മാത്രം. തന്റെ പിതാവിന്റെ ചിത്രത്തിന് മുന്നിൽ ഒരു നിമിഷം വിതുമ്പിനിന് ശേഷം ഹാരിസ് ആ വീടിന്റെ പടിയിറങ്ങി. പുറത്തിറങ്ങി ആ കനത്ത വാതിലുകൾ ഉദ്യോഗസ്ഥർ സീൽ ചെയ്യുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഇവിടെ ഒന്നും ഒരിക്കലും എന്റേതായിരുന്നില്ല എന്ന്. തിരിച്ചറിവ്. റോഡരികിൽ തളർന്നുനിന്ന ഹാരിസിന്റെ അടുത്തേക്ക് ഒരു പഴയ ഓട്ടോറിക്ഷ വന്നു നിന്നു. ഒരിക്കൽ ഹാരിസ് നിസ്വാർത്ഥമായി സഹായിച്ച ഒരു പാവം ഡ്രൈവറായിരുന്നു അത്. അദ്ദേഹം പുഞ്ചിരിയോടെ പറഞ്ഞു, സാർ, ഞാൻ ഉണ്ടല്ലോ. സാറിന് എവിടെ പോകണമെങ്കിലും ഞാൻ കൊണ്ടുവിടാം. അധികാരവും പണവും വെറുമൊരു വേഷപ്പകർച്ച മാത്രമാണെന്നും നമ്മൾ താഴേക്ക് വീഴുമ്പോൾ താങ്ങാൻ വരുന്ന ആ കൈയാണ് ജീവിതത്തിന്റെ യഥാർത്ഥ സത്യമെന്നും ആ നിമിഷം ഹാരിസ് മനസ്സിലാക്കി.